നമുക്കൊരു ഹൊറർ സ്റ്റോറി കേട്ടാലോ? ഇത് നടന്നത് റീസെന്റ് ആയിട്ടാണേ. ഒരു 3-4 മാസം അത്ര ആയിട്ടുള്ളൂ. എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയൻ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണേ. അവന്റെ സ്വഭാവം അങ്ങനെ ഉണ്ടാക്കിയ ഒരു കഥ പറയുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഒന്നും അല്ല. അവൻ ഭയങ്കര ഇന്നസെന്റ് ആണേ, ഭയങ്കര പാവ. അതായത് നമ്മളെയൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, അങ്ങനെ ഒരു പയ്യനാണ്. അപ്പം ഈ ഒരു സ്റ്റോറി പറയുമ്പോഴും അത്യാവശ്യം നല്ല പാനിക് ആയിട്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ കഥ ഇങ്ങനെയാണ് തുടങ്ങിയത്. ഒരു ദിവസം വൈകിട്ടായപ്പം അവനൊരു കോൾ വന്നു. അത് അവന്റെ അച്ഛന്റെ ബ്രദറിന്റെ വൈഫിന്റെ എന്നാണ് കേട്ടോ കോൾ വന്നത്. കോളിൽ പറഞ്ഞത്, എടാ വല്യച്ഛൻ കാണാനില്ല, വല്യച്ഛനെ വൈകിട്ട് തൊട്ടേ കാണാനില്ല, പക്ഷെ പുള്ളിയുടെ വാച്ചും ചെരുപ്പും ഒക്കെ വീട്ടിനകത്തുണ്ട്. പക്ഷെ പുള്ളീനെ മാത്രം കാണാനില്ല. ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് നീ ഒന്ന് വീട്ടിലോട്ട് വരണേന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. അപ്പം ഇവനങ്ങ് ഒരുമാതിരി പേടിയായി. പക്ഷെ അയ്യോ എവിടെ പോയി വല്യച്ഛൻ. കാരണം ആ ഒരു കുടുംബത്തിലെ മൊത്തം ഒരു സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നത് വല്യച്ഛനാണ്. അപ്പം എല്ലാവർക്കും ഭയങ്കര കാര്യമുള്ള ഒരു പുള്ളിയായിരുന്നു. അതുകൊണ്ട് ഇവനും ഇവന്റെ അച്ഛനും കൂടെ നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് വീടിനകത്ത് നോക്കിയപ്പോഴും പുള്ളീനെ കണ്ടില്ല. അങ്ങനെ പുള്ളീനെ ഇവർ വീട്ടിന്റെ അകത്ത് മൊത്തം നോക്കി, പക്ഷെ പുള്ളീനെ കണ്ടില്ല. അങ്ങനെ ഇവർ കുറച്ചും കൂടെ പാനിക്കായി, അയ്യോ ഇത് എവിടെ പോയി. പക്ഷേ പുള്ളിയുടെ ചെരുപ്പോ വാച്ചോ ഒന്നും കൊണ്ടുപോയിട്ടില്ല, അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇവനാണെങ്കിൽ ഒരു ഡൗട്ട് തോന്നി. അങ്ങനെ അച്ഛനെ അവിടെ താഴെ നിർത്തിയിട്ട് ഇവൻ മുകളിലത്തെ നിലയിൽ കയറി. കാരണം അവിടെ അങ്ങനെ അധികം ആൾക്കാർ കയറാറില്ല, അവിടെ ഒരു റൂം മാത്രമേ ഉള്ളൂ. അവിടെ എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറയുമ്പം ഇവർ മറ്റേ തുണി എടുത്ത് കഴുകിയിട്ട് നമ്മൾ തേച്ച് എടുക്കുമല്ലോ, ആ ഒരു സംഭവം, അങ്ങനത്തെ ജോലി ചെയ്യുന്നവരാ. അപ്പം മുകളിലത്തെ നിലയിൽ ചിലപ്പോൾ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി ഇവൻ മുകളിലത്തെ നിലയിൽ കയറി. മുകളിലത്തെ നിലയിൽ കയറിയപ്പം ഡോറ് ലോക്കാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്ത് തള്ളി തുറന്ന വഴിക്ക് പുള്ളി ഹാങ് ചെയ്ത് നിൽക്കുമായിരുന്നു, അതായത് തൂങ്ങി നിൽക്കുമായിരുന്നു. ഈ തള്ളി തുറന്ന ആ ഒരു ഇതില് ബോഡി വന്ന് ഇടിച്ചത് ഇവന്റെ നെഞ്ചത്താ. മീൻസ് ഇങ്ങനെ തള്ളി തുറന്നതും ഈ തൂങ്ങി കിടന്ന ബോഡി വന്ന് അവന്റെ നെഞ്ചത്താ ഇടിച്ചത്.